നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തലങ്ങും വിലങ്ങും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു കാലം വരെ പ്രതിപക്ഷത്തിന്റെ പണി. ഒരു കാലം വരെയല്ല, ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെ. എന്നാൽ ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ജനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും കടന്ന സീരിയൽ താരങ്ങൾ വരെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ടെലിവിഷൻ അവാർഡുകൾ സംബന്ധിച്ചായിരുന്നു വിമർശനം. സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ അവാർഡ് ഇനത്തിലെ ചെലവ് ചുരുക്കൽ എന്നാണ് മറിമായത്തിലെ നിറസാന്നിധ്യമായ സ്നേഹ ശ്രീകുമാർ ചോദിച്ചത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു നടി രംഗത്തേക്ക് ഇറങ്ങിയത്. സീരിയലുകളും ഹാസ്യ പരിപാടികൾക്കും നിലവാരമില്ല എന്ന കാരണത്താൽ ഈ വിഭാഗങ്ങളിലെ ഇത്തവണ ആരെയും സർക്കാർ അവാർഡിന് പരിഗണിച്ചിരുന്നില്ല. ഈ വിഷയത്തിലാണ് നിലപാട് വ്യക്തമാക്കി സ്നേഹ രംഗത്ത് വരുന്നത്. സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത്രയും പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡ് ഇനത്തിൽ ചെലവ് ചുരുക്കിയതെന്നും ആണ് സ്നേഹ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ചോദിക്കുന്നത്. സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു, അതിൽ നിലവാരമുള്ള തമാശകൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നതാണ് പറയുന്നത്. പിന്നെ കോമഡി സീരിയൽ എന്ന വിഭാഗമില്ല. സ്വാഭാവികമായും മറിമായം, അളിയൻസ്, വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, സൂസു, ചക്കപ്പഴം തുടങ്ങിയ പ്രോഗ്രാമുകൾ കോമഡി പ്രോഗ്രാം വിഭാഗത്തിലാണ് എൻട്രി ചെയ്യുന്നത്. നല്ല സീരിയൽ ഇല്ലതാനും ഈ പരിപാടികളെ ഒക്കെ ഒഴിവാക്കിയതാനും. എന്നിട്ട് ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശയില്ല എന്ന കാരണവും. സത്യത്തിൽ സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത്രയും പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് അവാർഡ് ഇനത്തിൽ ചെലവ് ചുരുക്കുന്നത്? നിലവിലുള്ള കാറ്റഗറിയിൽ അല്ലേ ഈ പ്രോഗ്രാമുകൾ അയക്കാൻ പറ്റുള്ളൂ? അപ്പോ അവയെ പരിഗണിക്കേണ്ടേ എന്നും മറിമായത്തിന് അവാർഡ് അയച്ച എപ്പിസോഡുകൾ എല്ലാം ഒന്നിനൊന്ന് നിലവാരം ഉള്ളതുമാണെന്നും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുമായിരുന്നെന്നും ഇതിന് മുന്നേ പല വർഷങ്ങളിൽ മറിമായത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കിട്ടാത്തതിന്റെ വിഷമമായി കാണേണ്ട, മറിമായത്തിന് തന്നില്ല എങ്കിലും അർഹതയുള്ള മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പരിപാടിക്ക് കൊടുക്കാമായിരുന്നു എന്നും സ്നേഹ പറയുന്നു. പിന്നെ പുറത്തു വന്ന ഫലത്തിൽ ഫിക്ഷൻ എന്ന വിഭാഗത്തിൽ റിയാലിറ്റി ഷോ ഫോർമാറ്റിൽ ഉള്ള പരിപാടിക്കാണ് മികച്ച ഹാസ്യ പരിപാടിക്കുള്ള അവാർഡ് വന്നത്. ഫിക്ഷൻ ആവണം എന്ന നിർബന്ധം അപ്പോൾ ഈ ഫിക്ഷൻ വിഭാഗത്തിനില്ലേ? ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പരിപാടികൾ വേറെ ഉള്ളപ്പോൾ അവയെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്നും എന്തെങ്കിലും ഒരു പ്രൈവറ്റ് അവാർഡ് ആയിരുന്നെങ്കിൽ ഈ പ്രതികരണം ഉണ്ടാവില്ലായിരുന്നു എന്നും സ്നേഹ ശ്രീകുമാർ ക്ഷോഭത്തോടെ ചോദിച്ചു. ഇത് പക്ഷേ സർക്കാർ അവാർഡാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ നിയമാവലി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യം ഉള്ളതും. പിന്നെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അടുത്ത തവണ എൻട്രികൾ കുറയുമല്ലോ. കഴിഞ്ഞ തവണ സീരിയലുകളെ എല്ലാം ഒഴിവാക്കിയപ്പോൾ നല്ലൊരു വിഭാഗം ഇത്തവണ അവാർഡിൽ അയച്ചില്ലേ? എൻട്രി വരുന്നതിൽ നിന്നും നല്ലത് കണ്ടുപിടിക്കാൻ അല്ലേ ജൂറി? എന്തായാലും മലയാളത്തിൽ നിലവാരമുള്ള ആക്ഷേപഹാസ്യ പരിപാടി ഇല്ല എന്നാണ് ജൂറി പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൽ കമന്റ് ചെയ്യാം എന്നുമായിരുന്നു സ്നേഹയുടെ വാക്കുകൾ. എന്റെ സർക്കാരെ, വന്ന് അമ്പലത്തിലെ മണിയുടെ അവസ്ഥയാണല്ലോ നിങ്ങൾക്കിപ്പോൾ. വരുന്നവരും പോകുന്നവരും വന്ന് അടിച്ചിട്ടങ്ങ് പോകുന്നു.